Gives me immense pleasure to extend a warm welcome on behalf of Electronics and Communication Engineering Department conducting the webinar on Where to After Graduation in ECE. The webinar is being delivered by our resource person, Ms. Urmila MS. So many of you may be knowing that she is the alumni from 2012-16 batch. I'm very happy to say that she was also my student. She did her MTech in Wireless Network and Application from Amrita School of Engineering. Currently, she is working as software engineer in Dell. I welcome you, Urmila. Now Thank I you, ma'am. hand over the session to Urmila MS to carry on with this webinar. Thank you, ma'am. Thank you for that very brief and crisp introduction. So, basically, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ ഞാൻ പറയുന്നത്? മാമിന് കേൾക്കാമോ മാം? Oh, കേൾക്കാം Urmila. Okay, നന്നായിട്ട് okay, sure. So, ma'am already എന്നോട് പറഞ്ഞു that ഞാൻ എനിക്ക് ഒരു റിക്വയർമെന്റേ ഉള്ളായിരുന്നു, എല്ലാവരും വീഡിയോ ടേൺ ഓൺ ചെയ്യണമെന്ന് ഈ ഒരു സെഷന് വേണ്ടിയിട്ട്. So, could you guys please turn on your video so that I would know at least to whom I am speaking to? It will be really good if you guys can turn on the video. Okay, ഞാനൊരു 2 മിനിറ്റ് തരാം എല്ലാവർക്കും വീഡിയോ ടേൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. I'll wait until then. Oh, meanwhile, I'll put a link in your chat box. Okay. So, ഇപ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്തോളൂ നിങ്ങൾ. But then, but before that, you should turn on your video. At least someone should turn on your video, because video turn on ചെയ്തില്ലെങ്കിൽ it's like എനിക്ക് interact ചെയ്യുമ്പോൾ ആരോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ഭയങ്കര ഒരു കൈൻഡ് ഓഫ് ഒരു സ്ക്രീനോട് സംസാരിക്കുന്ന പോലെ തോന്നും. സോ അതുകൊണ്ടാണ് ഞാൻ മാമിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ദാറ്റ് വീഡിയോ ടേൺ ഓൺ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ മീ while I take the session. But then ma'am parnu that majority of you will not do that. But then I told her probably somebody will do that. So nokam ennu vechittu okay, in 2 minutes I'll give you guys 2 minutes to turn on the video. Anybody, any volunteers, please. ഞാൻ വീഡിയോ ടേൺ ഓൺ ചെയ്യുന്ന ആളോട് ഒരു ക്വസ്റ്റ്യനും ചോദിക്കത്തില്ല, honestly. Yeah. Okay, let's see. I'm just waiting, okay? Just wait. Okay, fine, no problem. So basically, ma'am already എന്നെ പറ്റി കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. എന്നാലും ഞാനും പറയാം, ലൈക്ക് ഞാൻ എൻ്റെ പേര് ഊർമിള. ഞാൻ 2012-2016 ബാച്ചിൽ MIT മഹാഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അന്ന് പേര് വേറെ ആയിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു, അലൂമിനി ആണ് ഞാൻ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബാച്ചിലെ അലൂമിനി തന്നെയായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു ഇന്റേൺഷിപ്പ് ചെയ്ത്. അങ്ങനെ എനിക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് എനിക്ക് ഓഫർ കിട്ടി. അങ്ങനെ ഞാൻ അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ അറൌണ്ട് 2 years ആയിട്ട് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. സോ എനിക്ക് നിങ്ങൾ ഓക്കെ വീഡിയോ ടേൺ ഓൺ ചെയ്തല്ല, ബട്ട് ദാറ്റ്സ് ഫൈൻ. എനിക്കൊരു ഹെൽപ്പ് വേണം. അതുകൊണ്ട് ലൈക്ക് എനിക്ക് നിങ്ങളെ പറ്റി എന്തെങ്കിലും അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ചാറ്റിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഓക്കെ, ഒരു ഐഡിയ ബോർഡ് ലിങ്ക്. സോ എല്ലാവരും അതൊന്ന് ഓപ്പൺ ചെയ്തേ, റൈറ്റ്? സോ അതിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്യുക. ഇഫ് നോട്ട് ECE, വാട്ട് വുഡ് ഹാവ് ബീൻ യുവർ ചോയ്സ് ഓഫ് സ്റ്റഡി ഓർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്? ഓക്കെ, സോ ഓക്കെ. സോ ഇത് വളരെ അനോണിമസ് ആയിട്ടുള്ള ഒരു ആക്ച്വലി ഒരു ബോർഡാണ്. ഇതിൽ ആരെന്ത് ടൈപ്പ് ചെയ്താലും ആരാണ് ടൈപ്പ് ചെയ്തത് നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് കാണാം എന്താണ് ടൈപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാവർക്കും ഒരു ഓവർവ്യൂ കിട്ടും. സോ എല്ലാവരും ഒരു 5 minutes അല്ലെങ്കിൽ 10 minutes എടുത്ത് അത് ഒന്ന് ഫില്ല് ചെയ്യുക, സോ ദാറ്റ് നമുക്ക് ഒരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, റൈറ്റ്? It will be really helpful if you guys could, actually
fill in the first question. If not ECE, what would have been your choice of study or professional interest? So ആരൊക്കെയോ type ചെയ്തു delete ചെയ്തു, I saw all that, but then നിങ്ങൾക്ക് like ആലോചിച്ച് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈക്ക് ഇത് മാത്രമേ ഉള്ളായിരുന്നു ഒരു ഇൻട്രസ്റ്റ് എന്ന് ആണ് തോന്നുന്നതെങ്കിൽ നില്ലെന്ന് പറഞ്ഞു യു ക്യാൻ ഇടാം. ബട്ട് ദെൻ ഐ വുഡ് ലൈക്ക് ടു have everybody's answer there. കാരണം എന്നാൽ മാത്രമല്ലേ നമുക്കൊരു ഈ വെബിനാറിനെ ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുള്ളൂ. വെബിനാർ എന്താണ്, that what next after EC, right? So I just want to know what background you people are from, and what are your choices and what do you want to become in future. So അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയൊരു kind of fact check. All right, so please fill in the details. Like ഇതിപ്പോ ആര് എന്ത് ടൈപ്പ് ചെയ്താലും എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. So you can actually go ahead and type it. Okay, I'll wait for a few minutes. Meanwhile, I'll share my screen so that you can okay. എല്ലാവർക്കും സ്ക്രീൻ കാണാം എന്ന് വിശ്വസിക്കുന്നു. Alright. So ഇവിടെ ഈ സെക്ഷൻ ആണ് ഫിൽ ചെയ്യേണ്ടത്. സോ ആദ്യം ആരൊക്കെയോ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഡിലീറ്റ് ചെയ്തു. ഞാൻ ആരോടും ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ബിക്കോസ് എനിക്ക് അറിയില്ലല്ലോ ആരാണെന്ന്. ഐ വിൽ ജസ്റ്റ് സ്പീക്ക് അബൌട്ട് ഇറ്റ്. സോ യു ആർ ഫീൽ ഫ്രീ ടു എൻറ്റർ what you want and okay, all right, good. Computer science, nice. I also feel the same, honestly. No offense to EC department, but yeah. Next, ഏത് പ്രൊഫഷൻ എന്തും ആയിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ലൈക്ക് എഞ്ചിനീയറിംഗ് തന്നെ വേണമെന്നില്ല. യു ക്യാൻ ബി എ ഡാൻസർ ഓർ സിംഗർ ഓർ എ ഫിലിം മേക്കർ, വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്. ലൈക്ക് ഇഫ് ഈസി അല്ലായിരുന്നു, ബിക്കോസ് ഒബ്വിയസ്ലി ഐ ആം ഡാം ഷുവർ ദാറ്റ് ഇപ്പോൾ എല്ലാവരും ഐ തിങ്ക് നിങ്ങൾ അറൌണ്ട് 30 സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് മാം പറഞ്ഞത്. അപ്പോൾ 30 സ്റ്റുഡൻസും ഈസി ലൈക്ക് ഈസി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ആയിരിക്കില്ലല്ലോ വന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ബ്രാഞ്ച് ഔട്ട് ആയിട്ടായിരിക്കും ഈ ഒരു ഫീൽഡിൽ വന്നത്, റൈറ്റ്? സോ അതുകൊണ്ട് ലൈക്ക് എനിക്ക് ഓക്കെ, ഗ്രേറ്റ്, നൈസ്. ഓക്കെ, ഐ ആം അസ്യൂമിങ് ഇത് ഒരാളാണ് ഫില്ല് ചെയ്തത് എന്ന്. പക്ഷേ ഐ തിങ്ക് മൾട്ടിപ്പിൾ ടൈംസ് എൻട്രി വന്നതുകൊണ്ട് ഓക്കെ, നൈസ്. Okay. What is AME again? Like അതില് ഈ എഴുതിയ ആള് ബ്രാക്കറ്റിൽ അതിന്റെ ഒരു ഫുൾ ഫോമും കൂടി ഇടുവാണെങ്കിൽ it would be really helpful. And I don't know what's wrong with the screen again. All right. Okay. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇത്രയും ഒരു ലൈക്ക് ഇത്രയും ഇൻപുട്സ് കിട്ടിയല്ലോ. അപ്പോൾ ലെറ്റ്സ് ഐ തിങ്ക് ഇഫ് എനിബഡി ഈസ് ടൈപ്പിംഗ് ഐ ക്യാൻ വെയിറ്റ് ഫോർ എ മിനിറ്റ് or two. Otherwise I can go ahead with the webinar. Okay, fine. സോ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഈ വെബിനാറിൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈസി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എങ്ങോട്ട് അല്ലെങ്കിൽ എങ്ങനെ എന്ത് പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നായിരുന്നു, റൈറ്റ്? സോ ബേസിക്കലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്
I have a very different, you can be an army officer even if if you have a graduate degree in electronics and communication. I'm not sure what an AME is. അതൊന്ന് elaborate ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? What is AME? Let me refresh the board. Probably I'll see if you had expanded the abbreviation. So I feel CS is CSE, CS department, CS ആയിരുന്നു എന്നുള്ളൊരു option. And psychology is a very good option. Like, because see, psychologists in and you know something, engineering curriculum, you can go to psychology. I mean, there are people like that who, like, after engineering they take up psychology, they study, and then they make a career in psychology because they were interested. So there is a difference between psychiatry and psychology. Okay, aircraft maintenance engineering, nice. Okay, so there is a difference between psychiatry and psychology. Psychiatry, you have to be a doctor, you have to study MBBS, and our route. But then for psychology, you don't have to do that. Directly, you can study BSc, MSc, അങ്ങനെ either a diploma course or a short-term course, and then you can become a psychologist. Army officer, I also wanted to get into defense. And even SSB interview attend ചെയ്തിട്ടുണ്ട്. SSB is called a Service Selection Board, which is like you have to. It's a 5-day interview. Probably the person who wrote it might know it. After graduation, what you need to do is apply to whatever, you will get a lot of notifications. Just go to the website, like defense site you have to turn on the notification in the email. Like, if you create a portal or an account, you'll get notified whenever there is an opening. And what you need to do is you have to apply to in the portal. Army ആണെങ്കിലും, whatever defense field it is, whether it is Air Force or it is Navy, or if it is Navy, because Air Force, there you have AFCAT is the Air Force Common Admission Test. പക്ഷേ ആർമിക്ക് ആണെങ്കിലും നേവിക്ക് ആണെങ്കിലും, if you have a graduate degree in engineering, you have a direct chance of getting the SSB interview. You don't have to write an exam. Okay, അപ്പോൾ army, you can still be an army officer. ആരാണ് എഴുതിയ അത് ആരായാലും. Aircraft maintenance engineering. Okay, so here, right, you can definitely, because electronics and you can aircraft industry electronics ഇഷ്ടം പോലെ openings ഉണ്ട്, honestly speaking. Because HAL, Hindustan Aeronautic Limited, etc. എയറോനോട്ടിക് പഠിച്ചവർക്കും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോണിക്സുകാർക്കും ഉണ്ട്. സോ ഇഫ് യു ആർ സ്പെസിഫിക്കലി ലുക്കിംഗ് ടുവേർഡ്സ് എ കരിയർ ഇൻ AME or aircraft maintenance engineering, don't lose hope. You can still be an aircraft maintenance engineer if you look for, again, notification. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി എന്താ, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് ത്രൂ അവിടെ കയറാൻ പറ്റും. ഇലക്ട്രോണിക്സ്കാർക്ക് ഓപ്പണിങ്സ് വരാറുണ്ട്. യു ക്യാൻ ആക്ച്വലി apply for the position, and then probably you can get the job like that. Okay, pinne CSE, so no worries. CSE is like, if you are majority, like 70% of people who do electronics and communication engineering, they get into CS or CS kind of jobs, or else you get into some other sector, like banking, or something business or something like that. Or കുറച്ച് ആൾക്കാർ എന്താണ് വേറെ അവരുടെ കഴിവ് തന്നെ, അതായത് അവർക്ക് എന്താണോ താല്പര്യം, like people who are engineering graduates, a lot of singers who are engineering graduates, and a lot of dancers, and people from different professions who have a degree in, you can find different people who have a degree in ECE or any branch for that matter, who pursue their passion. So it's fine, it's completely fine. But psychology, if you didn't know, you can actually become a psychologist still. So don't lose hope, you can still become a psychologist if this is something you don't want. Now, നെക്സ്റ്റ് ഞാൻ ഒരു PPT പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ, ലൈക്ക് ജസ്റ്റ് വാട്ട് ആഫ്റ്റർ
വലിയ വലിയ രീതിയിലുള്ള പി പി ടി ഒന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ വെരി സിമ്പിൾ പി പി ടി വേർ ടു ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇൻ ഇ സി. ഓക്കെ, സോ ഹിയർ you can either work in a company. All right, so this company can be a private sector company or a public sector company. So private sector, I work in a private sector company, as you already know. So njan so now please take 1 minute of your time and fill the idea board. അതിനകത്ത് ഞാൻ ഒരു question ഇട്ടിട്ടുണ്ട്. uh, would you want to work in a public sector company or a government sector company? ഒരു yes or no മാത്രം മതി. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യണം എത്ര പേർക്ക് പ്രൈവറ്റിൽ പോകണം അല്ലെങ്കിൽ എത്ര പേർക്ക് ഗവൺമെന്റിൽ പോകണം. അതിനനുസരിച്ച് എനിക്ക് ആ വെബിനാർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്, ടേക്ക് 2 minutes of your time and please fill that. ഓക്കെ, ആൻഡ് ഇൻ കേസ് ഇപ്പൊ ആർക്കും കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ടെങ്കിലും വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ മാത്രം ഫിൽ ചെയ്താൽ മതി. സോ വേറെ, ബിക്കോസ് ഒബ്വിയസ്ലി എവറി in the coming sections. So idonnu fill cheyuka oru 2 minutes. Please take 2 minutes of your time and fill this one. Yes or no? Okay, yes or no ആയിട്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഇത് ഇട്ടാൽ മതി, yes or no, and I won't even know who is okay, not there. Thank you for filling it, but if you click here, right, you will get a different sticky note so that we can ഒരു segregation വരുമല്ലോ, മനസ്സിലായോ? So you can actually put here private or public or whatever. ആൻഡ് നിങ്ങൾക്ക് അതിന്റെ റീസൺ കൂടെ ഇടാൻ പറ്റുമെങ്കിലേ നല്ലതായിരിക്കും. ഇൻ കേസ് ഓക്കെ പ്രൈവറ്റ് സെക്ടർ ആണ്, ബട്ട് വൈ ബിക്കോസ് ഞാൻ എൻ്റെ റീസൺസ് പറയാം വൈ ഡു ഐ വർക്ക് ഇൻ എ പ്രൈവറ്റ് സെക്ടർ. സോ യു ക്യാൻ ഓൾസോ പ്രോബബ്ലി write why do you think private sector is more attractive for you than the government sector. Okay, I'm waiting. ഇതിപ്പോ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് സോ എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു വാളിനോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ബേസിക്കലി കാരണം ഞാനിപ്പോ ഐ തിങ്ക് ഫ്രം മാർച്ച് 2020 ഐ എം വർക്കിംഗ് ഫ്രം ഹോം, ഇൻ ദ സെൻസ് നോട്ട് റിയലി വർക്കിംഗ് ഫ്രം ഹോം, അതായത് വർക്കിംഗ് വെർച്വലി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ മീറ്റിംഗ്സ് ആണെങ്കിലും ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ലൈക്ക് ആരും വീഡിയോ ഒന്നും ടേൺ ഓൺ ചെയ്യത്തില്ലായിരുന്നു. ബട്ട് ദെൻ ഗ്രാജുവലി ഇറ്റ് വാസ് മെയ്ഡ് മാൻഡേറ്ററി ടു ടേൺ ഓൺ ദ വീഡിയോ ബിക്കോസ് okay, mandatory to turn on the video because എന്താണ് like people are losing that എന്താ പറയുന്നത്, നമ്മളുടെ ഒരു സോഷ്യൽ സ്കിൽസ് ഉണ്ടല്ലോ. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുന്നു. പിന്നെ നൗ വി ആർ റിയലി യൂസ് ടു ഇറ്റ് എല്ലാവരും. കാരണം രാവിലെ എണീറ്റ് നമ്മളിപ്പോൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി not that comfortable to turn on the video and all. But then now to respect the other person's time and also and the interaction വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോൾ വീഡിയോ ടേൺ ഓൺ ചെയ്യും. ഓക്കെ, all right, I got a government sector parna ആരാണെങ്കിലും could you please mention why do you want to like why government sector? ഇവിടെ why government sector? I mean, it will be very nice if you could elaborate why government sector and why private sector. I like this one. പിന്നെ യു ക്യാൻ വോട്ട്. ഓക്കെ, യു ക്യാൻ വോട്ട് ഓൾസോ. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെയിം ഇതാണ് നിങ്ങൾക്കെങ്കിൽ യു ക്യാൻ ആക്ച്വലി ക്ലിക്ക് ഓൺ +1 ഓർ വാട്ട് എവർ. സോ ഇപ്പോൾ ഒരു വോട്ടും കൂടി ചെയ്യണമെങ്കിൽ +2 ആകും. ഓക്കെ, സോ അങ്ങനെ so you can do that also if your answer is same. All right, okay, let's move on. Let's move on to the presentation now. I got private sector, government sector, and one more government sector, I guess. Okay, so it's like equal. Okay,
ഈ വോട്ട് ചെയ്തത് ഞാനാ. So okay, a lot of people want to work in the government sector. Good, I mean, good for you. You have a lot of അതായത് നമുക്ക് ഒബ്വിയസ്ലി ഗവൺമെന്റ് സെക്ടർ ജോബ്സ് ആണ് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നത്. എന്താണ്, ബെനിഫിറ്റ്സ് വെച്ചിട്ടാണെങ്കിലും ജോബ് സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിലും ബെസ്റ്റ് എന്ന്, റൈറ്റ്? So yes, that's very true. But then I will, okay, as I go forward, I'll describe ഏതൊക്കെ കമ്പനീസ്, ആദ്യം ഞാൻ ഏത് ഫീൽഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ആൻഡ് ഏതൊക്കെ കമ്പനീസ്, ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ്, കുറച്ച് കമ്പനീസ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഏതൊക്കെയാണെന്ന്. സോ കരിയർ pathways for ECE students. You can be a service engineer. സർവീസ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ വരുമ്പോൾ വാട്ട് എവർ സർവീസസ്, ഇപ്പോൾ people can hire you in the sense that companies can hire you, and ഇപ്പോൾ അവിടെ എന്തെങ്കിലും സർവീസസ് കാണുമല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു, ആ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യും. അപ്പോൾ ആ സെയിൽസിൽ, അപ്പോൾ ആ കസ്റ്റമർ യൂസ് ചെയ്യുമ്പോൾ പ്രോബബ്ലി ഇഫ് ഐ എം യൂസിങ് എ ഫോൺ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ whom will I contact? I will contact the customer care, right? So അവരായിരിക്കും പിന്നെ ഗ്രീവൻസസ്. അപ്പോൾ അതാണ് സർവീസ് എഞ്ചിനീയർ ബേസിക്കലി ചെയ്യുന്നത്. നെറ്റ്വർക്ക് പ്ലാനിങ് എഞ്ചിനീയർ, സോ നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ 3rd semester. സോ ഐ ഡോണ്ട് നോ ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ പഠിച്ച സമയത്ത് 3rd സെമസ്റ്ററിലായിരുന്നു. അപ്പോൾ ഈ നെറ്റ്വർക്ക് പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ചെയ്യുന്നത്. all kinds of network planning will be done by this a person holding this position. Then communication engineer, you can be a communication engineer. This is like not talk, basically electronics and communication. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരുന്ന ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ബ്രോഡ്കാസ്റ്റ് ഇൻഡസ്ട്രി, ടെലിവിഷൻ, അങ്ങനെ. Okay, then telecom, again phone. R&D software engineer. So yes, the person who wrote CS, you can actually become a software engineer after studying ECE, because see, electronics and communication, we don't do a lot of coding and all, right? പക്ഷേ after you can upskill yourself even in the industry, right? ഇപ്പോൾ നമ്മളിപ്പോൾ ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിലും even if it's a CSC position, if you are if you are a graduate in ECE, they'll consider you for that position, because they have this assumption that okay, electronics aanu padiche, so they would know, it's like kind of little bit compatible. കാരണം ECE കാര് CS കാരുടെ കുറച്ച് പേപ്പേഴ്സ് പഠിക്കും നമുക്ക്. ഐ തിങ്ക് CPP ഒക്കെ, I don't know ഇപ്പോൾ സിലബസ് മാറിയോന്ന്, but then ഞങ്ങൾ പഠിച്ച ടൈമിൽ CPP ഒക്കെ ഉണ്ടായിരുന്നു, C++, ആൻഡ് ദെൻ ഈ CS കാര് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് പേപ്പേഴ്സും പഠിക്കുന്നുണ്ട്. സോ ദാറ്റ് വേ you can actually switch domains and become a software engineer also. Desktop support engineer, obviously adendanu vachal enda nammade laptop related, I even though I work in Dell, I don't work in the hardware unit, I work in the software. And also software njan cyber security wingilanu work cheynathu. Appo cyber security njangakoru പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ബേസിക്കലി ഞങ്ങൾ കസ്റ്റമേഴ്സിന് സെല് ചെയ്യുക ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഇറ്റ്സ് എ റിസ്ക് മാനേജ്മെന്റ് പ്രൊഡക്റ്റ്. സോ അതിൻ്റെ ഡെവലപ്മെന്റ് വെച്ചിട്ടാണ്. ഐ മീൻ ഐ എം പ്യൂർലി ഇൻ ടു സോഫ്റ്റ്വെയർ. ബട്ട് ദിസ് ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് എഞ്ചിനീയർ വുഡ് ബി സമൺ ഹു വുഡ് ആക്ച്വലി വർക്ക് ഇൻ ദി ഹാർഡ്വെയർ യൂണിറ്റ്. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ അനലിസ്റ്റ്. സോ സോഫ്റ്റ്വെയർ അനലിസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ I would love to be a software analyst actually. കാരണം ഇപ്പോൾ ഞാൻ ഡെവലപ്പർ ആണ്. ഒരു like ഒരാളുണ്ട്, ഫോർ എക്സാമ്പിൾ സംബഡി ഹു ഇസ് ഓൺ ദി അതർ എൻഡ് ലൈക്ക് എ കസ്റ്റമർ. ഇപ്പൊ ഈ ഡെവലപ്പറും കസ്റ്റമറും തമ്മിൽ ഈ കസ്റ്റമറിന് എന്താണ് ആവശ്യം, എന്താണ് അവരുടെ റിക്വയർമെന്റ് എന്ന് നമ്മളോട് എങ്ങനെ പറയും. ഇപ്പോൾ എനിക്കിപ്പോ ഒരു if I'm going to a shop and I'm going to a for example ഒരു ജ്യൂസ് ഷോപ്പ്, റൈറ്റ്? ജ്യൂസ് ഷോപ്പിൽ പോയിട്ട് I want a juice, okay. പക്ഷെ എനിക്ക് ആ ജ്യൂസിനകത്ത് ഐസ് ഇടല്ല അല്ലെങ്കിൽ മധുരം ഇടല്ല എന്ന് ഞാൻ പറയും. സോ ഇത് കസ്റ്റമേഴ്സ് ആകുമ്പോഴത്തേക്കും അവർ ഡയറക്ട്ലി വന്ന് ഡെവലപ്പേഴ്സിനോട് പറയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ഓൾറെഡി മിഡിൽ മാൻ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ ഓക്കെ, നമ്മൾ പൈസ കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്ന ആള് ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്ന വേറെ ആളായിരിക്കാം. അപ്പൊ ഈ ഓർഡർ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് മിഡിൽ മാൻ. അപ്പൊ ഈ ബേസിക്കലി സോഫ്റ്റ്വെയർ അനലിസ്റ്റ് എന്താ ചെയ്യുന്നത്, ഈ കസ്റ്റമേഴ്സിന്റെ ഓർഡർ എടുത്തിട്ട് basically developers nu kondu kodukka. That's the main job profile. Analog applications engineer.
സോ അനലോഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബ് പൊസിഷൻസും വരുന്നതാണ് ഇതിനകത്ത്. Technical director. So this position would be like kind of, a higher level after you become a junior engineer കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ, when you grow, and then you basically move into a director position. Then electronic design engineer, for example, a lot of like Intel, Ericsson, കുറേ companies, Bharat Electronics Limited, പബ്ലിക് സെക്ടർ. സോ ഈ കമ്പനീസിനെല്ലാം, ഫേംസിലെല്ലാം ഡെഫിനറ്റ്ലി നമ്മളുടെ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചിപ്പ് ഡിസൈൻ ചെയ്യുക, എന്ത് വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഡിസൈൻ എഞ്ചിനീയേഴ്സിന് വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഡിസൈനിങ് ഇഷ്ടം പോലെ ഈസി റിലേറ്റഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. യു ക്യാൻ ആക്ച്വലി യു ക്യാൻ ലേൺ ഓൾ ദോസ് സോഫ്റ്റ്വെയർസ്, ആൻഡ് യു ക്യാൻ അപ്ലൈ ഫോർ ജോബ് പൊസിഷൻ in these fields. Okay, so ഇതാണ് നമ്മുടെ കരിയർ പാത്സ്. അതിന്ന് ഞാൻ ഇവിടെ പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഏതൊക്കെയാണ്, ഞാൻ ആക്ച്വലി ഈ PPT ഇത് കഴിയുമ്പോൾ ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് മാം സോ ദാറ്റ് ഷീ ക്യാൻ ഫോർവേഡ് ഇറ്റ് ടു യു പീപ്പിൾ. So Havells India, Bajaj, Philips, Bosch is one of the famous electronics companies. Okay, Dell, Intel, TCS. TCS in the digital, not TCS software. I mean, yeah, നമ്മളിപ്പോൾ specifically electronics related ആയതുകൊണ്ട് TCS digital ആണ്. Okay, then Schneider Electric, there also you have, it's also a very famous electrical company, but then they have position for electronics also. Reliance, many companies like that. So startups തന്നെ ഇഷ്ടം പോലെ കാണും. Okay, now government sector firms, All India Radio, Indian telephone industries like MTNL, BSNL, civil aviation department, aviation matte aircraft maintenance പറഞ്ഞ ആൾക്ക്, it's a very good opportunity. You can actually find opportunities in their website. National Physical Laboratory, wherein you develop things related to electronics. Post and Telegraph Department is completely actually ഇത് ഞാൻ ഇടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മൾ electronics, basically you will not do anything related to electronics in Post and Telegraph Department, okay, honestly speaking. But you if you're a graduate in an engineering, any branch, the basic thing is നമ്മൾ എന്താണ്, ഏത് എഞ്ചിനീയറിംഗ് എന്ത് പഠിച്ചാലും നമുക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും, honestly speaking. So അതുകൊണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ DRDOയിലൊക്കെ സ്പെസിഫിക്കലി ഇലക്ട്രോണിക്സ് പൊസിഷൻസ് കാണില്ല, പക്ഷെ ഒരു ലൈക്ക് കാണുമെങ്കിലും കുറച്ച് ലൈക്ക് 1 or 2 പൊസിഷൻസ്. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കുറെ പേര് DRDO കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സോ എൻ്റെ കൂടെ പഠിച്ചവര്. സോ ദേ സേ ദാറ്റ് ഓക്കെ, അവിടെ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് റിലേറ്റഡ് ടു ഇലക്ട്രോണിക്സ്, ബട്ട് അത് മാത്രമല്ല, അവിടെ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റ് ഉണ്ട്, ആൻഡ് Raspberry Pi. They are using lot of modern technologies. It's not that modern, but still modern technologies related to electronics in these government offices. ISRO, CRPF, like police, defense പറഞ്ഞ ആള്, you have all these. അതായത് അവർ സ്പെസിഫിക്കലി ചോദിക്കും, ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ വേണം എന്ന് പറഞ്ഞ് വിളിക്കും, കാരണം അവരുടെ എന്താണ് ലൈക്ക് അവിടെ പൊസിഷൻസ് ഓപ്പൺ ആയിരിക്കും. ഡിഫൻസ് റിലേറ്റഡ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രണ്ട് സ്റ്റേഷൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ട് അവിടെ എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സിന്റെ ആവശ്യമുണ്ട്. സോ അതുകൊണ്ട് ഡിഫൻസ് ഫീൽഡിലും ഇഷ്ടം പോലെ റിക്വയർമെന്റ്സ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേസ് ഒബ്വിയസ്ലി, you can either be a like Indian Railways എന്ന് പറയുമ്പോൾ you can മെട്രോയിൽ you can be a മെട്രോ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ചെയ്യാൻ പറ്റും, and also like the classic railway jobs also you can do. So this is basically എന്താണ്, ഇതാണ് കുറച്ച് ഫേംസ് ഞാൻ ലൈക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തത്. ബട്ട് ദെൻ there are people who don't want to work now, who can go for higher studies also. So റൈറ്റ്, ഇപ്പോൾ നമ്മൾക്ക് ഹയർ സ്റ്റഡീസ് എന്ന് പറയുമ്പോഴത്തേക്കും MTech, MS, MBA. ഓക്കെ, സോ MTech, MS, MBA ഈ 3 കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത്. അല്ലെ, ഇപ്പൊ MTech ചെയ്യാത്തവർ MS മീൻസ് ലൈക്ക് യു ക്യാൻ ഗോ ഔട്ട് ഓഫ് കേരള ആൻഡ് ഡു ഇറ്റ്. ഇപ്പോൾ MS ഉം MTech ഉം സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ MTech എന്ന് പറയുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ വെളിയിലാണെങ്കിൽ MS എന്ന് പറയുന്നു. ഇഫ് യു ഗോ ഔട്ട് ഓഫ് ഇന്ത്യ, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. People who want to go abroad and do and go for higher studies, I'll talk about it in the coming slides. So that's a very good opportunity. ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമാണ്. If you want to go out and study, this is the best time, especially in countries like
UK, Canada, US. എല്ലാവരും US സ്റ്റേ ബാക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ I would honestly say that US is a country where you have a lot of scholarships and fellowships. Okay, so if you're applying to UK, honestly you have to pay the fee. നിങ്ങൾക്ക് ഒത്തിരി ഫെലോഷിപ്സും സ്കോളർഷിപ്സും കിട്ടില്ല അവിടെ. ചിലപ്പോൾ കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്സ് കാണും, ഇൻ ദ സെൻസ് ദാറ്റ് അവര് ഇപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫീസ് ഇപ്പോൾ 1 lakh ആന്ന് വെച്ചോ, 1 lakh ആയില്ല, ഇത് നമ്മളുടെ ഒരു എക്സാമ്പിൾ, ഹൈപ്പോത്തറ്റിക്കൽ സിനേറിയോ. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഫീസ് 1,05,000 ഇട്ടിട്ട് അവർ പറയും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു 5,000 സ്കോളർഷിപ്പ് തരുവാണ്. അതാണ് അവർ ചെയ്യുന്നത് UK-ൽ. ഓക്കെ, ദേ ആർ നോട്ട് ഗോയിങ് ടു ഗിവ് യു എനി കൈൻഡ് ഓഫ് കാരണം ഇപ്പോൾ ബ്രെക്സിറ്റ്, ഐ ഡോണ്ട് നോ how many people have followed that news. Like Brexit happened, like European Union in the Brexit, UK ka Brexit ആയിട്ട് സെപ്പറേറ്റ് ആയി, റൈറ്റ്? സോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ 2020. ബ്രെക്സിറ്റ് വന്നു കഴിഞ്ഞിട്ട് UK what they want to do, അവര് നേരത്തെ യൂറോപ്യൻ യൂണിയന്റെ പാർട്ടായിരുന്നു. അപ്പോൾ they wanted, അപ്പോൾ അവർക്ക് they were kind of rich already. പക്ഷെ ഇപ്പോൾ അവര് സെപ്പറേറ്റ് ആയപ്പോൾ they don't have the income to, they have the income, but then അവർക്ക് ഇപ്പോൾ വെളിയിൽ നിന്നുള്ള റിസോഴ്സസ് വേണം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വേണം ലൈക്ക് കൂടുതലും പൈസ ഇൻഫ്ലോ വരാൻ വേണ്ടിയിട്ട്. സോ അതിൽ മേജർലി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുകൊണ്ട് എന്താ, നേരത്തെ അവർക്ക് 4 months സ്റ്റേ ബാക്കേ ഉള്ളായിരുന്നു, UK-ൽ അഡ്മിഷൻ കിട്ടാൻ പാടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എല്ലാവരും UK-ലോട്ടാണ് പോകുന്നത്. 2 years സ്റ്റേ ബാക്ക് ആക്കി. ഈവൻ സ്പൗസ് വിസാസ് ഒക്കെ ഭയങ്കര വിസ പ്രോസസ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആക്കി. അങ്ങനെയൊക്കെ ചെയ്തു. ബിക്കോസ് they want money basically to study abroad. So I won't discourage anybody who is going to UK, but then I'm just saying what are the pros and cons. In US, you have software and electronics related job ellam ulladu US lana. US is the top notch country in the world where you can go for a software job. Okay, like especially San Francisco Bay Area, avideyaanu Silicon Valley, right? ഞാൻ പറയുന്നത് അറിയാലോ. So അവിടെ US-ൽ what you can do is basically you can apply to university, and most of the universities would provide you a scholarship or a fellowship, majority of the universities in US. But problem with US is you have to find a job within 6 months time period course കഴിഞ്ഞിട്ട്, otherwise you have to come back. That is a problem. Okay, MBA, for MBA I think UK is the best country to do MBA. If you want to do MBA in India, നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. യു ക്യാൻ ഗിവ് CAT എക്സാം. അത് IIM അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ് സ്കൂൾ IBS-ലൊക്കെ കയറാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി അപ്ലൈ ഫോർ CAT, MCAT ഒക്കെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ലെവൽ ആയിട്ടുള്ള എക്സാംസ്, സ്റ്റേറ്റ് ലെവൽ. അപ്പോൾ നമുക്ക് സ്റ്റേറ്റിലെ MBA അഡ്മിഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിലെ കോളേജസിൽ മാത്രം you'll get admissions, right? Like in Kerala. So there are very like എൻ്റെ ഒരു ഫ്രണ്ട് പഠിച്ചത് TKM മാനേജ്മെന്റ് കോളേജിലായിരുന്നു. സോ ഹൗ മെനി പീപ്പിൾ ന്യൂ, ലൈക്ക് എനിക്ക് ഇതിനു മുന്നേ TKM-ൽ മാനേജ്മെന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ദെൻ വെൻ ഷീ സ്റ്റഡീഡ് then I came to know that okay, TKM has management also. So like it's a possibility. If you want to do MBA, you can do it. ഇപ്പോൾ MTech അല്ലെങ്കിൽ MS ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗേറ്റ് I don't know, I think you people already know about GATE, right? Graduate Aptitude Test for Engineers. ഇപ്പോൾ ഗേറ്റ് എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ അഡ്മിഷൻ, ലൈക്ക് നിങ്ങളുടെ മാർക്കിന്റെ ബേസിസിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ കയറാം, റൈറ്റ്? അപ്പോൾ അവർക്ക് ഇപ്പോൾ ഗേറ്റ് എഴുതി ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാർക്ക് നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ യു ഹാവ് എ ഗുഡ് like about 60 or 70, then if you enroll in the allotment process, allotment വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇപ്പോൾ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കേരളത്തിൽ ഈവൻ ഗവൺമെന്റ് കോളേജസ് ലൈക്ക് CET, TKM ലൊക്കെ അഡ്മിഷൻ കിട്ടും. Like you don't have to write GATE at all or any exams like that for that matter. Okay, or else you can go for competitive examinations like GATE, bank exam. ഇതാണ് യൂഷ്വലി നമ്മൾ എല്ലാവരും ലൈക്ക് ഇപ്പോൾ ഒരു ട്രെൻഡ്, റൈറ്റ്? ബാങ്ക് എക്സാം അല്ലെങ്കിൽ SSC PSC എക്സാം. ഇപ്പൊ ഗവൺമെന്റ് ജോബ് പറഞ്ഞവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. അല്ലെങ്കിൽ യു ക്യാൻ ബി, സോ ബേസിക്കലി ഈ UPSC എന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്ന് ഓക്കെ
UPSC എന്ന് വിചാരിക്കും. ബട്ട് ദ തിങ് ഈസ് റൈറ്റ്, ഇപ്പൊ നമ്മളിപ്പോ UPSCക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ താഴെ വരുന്ന എന്ത് എക്സാം ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ SSC, PSC, ഓൾ ദോസ് എക്സാം, ബിക്കോസ് യു വിൽ ബി സ്റ്റഡിങ് ഫോർ UPSC, ബട്ട് SSC, PSC എല്ലാം വരുമല്ലോ. അപ്പോൾ അതിന്റെ സിലബസും UPSCന്റെ സിലബസും എന്ന് പറയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഒരു ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു വ്യത്യാസമല്ലേ. ദെൻ വാട്ട് യു ക്യാൻ ഡു ഇസ്, അപ്പോൾ UPSCക്ക് വരെ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രിപ്പയർ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം എന്താണ് like after that what you can do is you can write other exams like PSC, SSC, etc. Maybe syllabus കുറച്ച് different ആയിരിക്കും, but at the same time it will give you confidence ഒക്കെ ഇത്രയും മാർക്ക് എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. So it will be helpful. So അങ്ങനെ എൻ്റെ കുറെ പേര് എൻ്റെ കുറെ ഫ്രണ്ട്സ് SSC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. UPSCക്ക് പ്രിപ്പയർ ചെയ്തു, but then they cracked SSC. So and MBA like CAT, MAT, CMAT, etc. all those things if you are interested into business. Okay, so ഇത് ഇത്രയും എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അപ്രോച്ചാണ്, റൈറ്റ്? ട്രഡീഷണൽ. ബട്ട് ഇഫ് എനിബഡി ഈസ് ലുക്കിംഗ് ഫോർ എ കരിയർ ചേഞ്ച്, ഇറ്റ് ഈസ് fine, it is completely okay. I can actually tell you guys my story and how I studied electronics and communication engineer, and I was really adamant ഞാൻ പറഞ്ഞു ഞാൻ ഇലക്ട്രോണിക്സിലേ ജോലി ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ ഫീൽഡിലുള്ള ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഓക്കെ, അതുകൊണ്ട് so what happened was eventually I completed my electronics and like communication engineering degree, and adu kayinittu I went to Hyderabad for GATE coaching. Okay, and so actually Hyderabad is a very, I mean, ACE Academy, എത്ര പേർക്ക് അറിയാമെന്ന് അറിഞ്ഞൂടാ. ACE Academy, it's a very popular institute in India where they give you GATE coaching. So avade poi, and it was a very good experience. Okay, it was a very good experience. And other like teachers were very good. Everything was like very nice. എല്ലാം നല്ലതായിരുന്നു. പക്ഷെ പ്രശ്നം വെച്ചാൽ ഈ രാവിലെ നമ്മളുടെ ടൈമിന് ഞാൻ പറയാം, ലൈക്ക് അവരുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഈ ഐ ഡോണ്ട് നോ എത്ര പേര് പാലയിലൊക്കെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടെന്ന്, അതുപോലെയല്ല. കാരണം അവിടെ ഒരു സ്പെസിഫിക് ടൈമിംഗ് എങ്കിലും ഉണ്ട്. ഇവിടെ അതില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുമ്പോഴാണ് ഒരു ക്ലാസ് വെക്കുന്നത്. രാവിലെ 5:30 ക്ലാസ് വെക്കും ചിലപ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ക്ലാസ് ഒരു ഉച്ചയ്ക്ക് 3 മണിക്കായിരിക്കും. അപ്പം നമ്മുടെ കംപ്ലീറ്റ്ലി സ്ലീപ്പ് പാറ്റേണും ലൈഫ് സ്റ്റൈലും എല്ലാം തകിടം മറിഞ്ഞിരിക്കുമായിരിക്കും ആ ഒരു ടൈമിലൊക്കെ. ആൻഡ് ഓൾസോ ക്ലാസ്സിൽ തന്നെ ഒരു 300-400 സ്റ്റുഡൻസ് കാണും. ആർക്കെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഡിസ്കറേജ് ചെയ്യുമല്ല, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷേ ആ ക്ലാസ്സിൽ ഇറ്റ്സ് ലൈക്ക് ഇൻ ദ ക്ലാസ്, റൈറ്റ്, പീപ്പിൾ ഈ ക്ലാസ് ഞങ്ങളുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും വന്ന് ക്യൂവിൽ നിൽക്കും, സോ ദാറ്റ് കുറച്ച് ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ പോയിരിക്കാൻ. കാരണം ബോർഡിൽ എഴുതുന്നത് ലാസ്റ്റ് ബെഞ്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ടീച്ചേഴ്സ് പറയുന്നത് നമുക്ക് കേൾക്കാം, ബിക്കോസ് ദേ യൂസ് മൈക്രോഫോൺ. അതർവൈസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ like okay, so then I went for GATE coaching. Like I did I mean അവിടെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും വളരെ നല്ല. അവിടെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ DRDO, ISRO, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ഒക്കെ ചെയ്യുന്നത് അവർ പാർട്ട് ടൈം ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എയ്സിൽ. സോ അവരാണ് വന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ സൗകര്യത്തിനാണ് അവർ ക്ലാസ് ആക്ച്വലി സ്കെഡ്യൂൾ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ ഞങ്ങൾ പോയി ഐ തിങ്ക് അറൌണ്ട് 8 to 9 months അവർ കംപ്ലീറ്റ്, എക്സാമിന് ഒരു 3-4 months മുന്നേ അവർ സിലബസ് ഒക്കെ തീർക്കും. പക്ഷെ ഞങ്ങളുടെ ടൈമിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സിലബസ് തീർത്തില്ല. കാരണം തീർത്തു അവര്, പക്ഷെ ദേ ടുക്ക് സം മോർ ടൈം. ആൻഡ് ഓൾസോ അവിടെ പോയിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് ലൈക്ക് ചിക്കൻ പോക്സ് വന്നു. ആ ഒരു ടൈമിൽ ഒരു ചിക്കൻ പോക്സിന്റെ and I was affected by chicken pox and all. And finally what happened was I came back, I wrote the exam. Okay, I was like pretty fine, like okay, ഞാൻ പക്ഷേ പഠിച്ച രീതി was very different. Okay, ഇലക്ട്രോണിക്സ് പഠിച്ച എക്സാം എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇസ് വെരി ഔട്ട്ഡേറ്റഡ്.
everything is so outdated that even the exam pattern is completely outdated that നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഒന്നും പഠിക്കുന്നില്ല. ഐ ആം സ്പീക്കിംഗ് ദി ട്രൂത്ത്, ദി ഫാക്ട്. സോ പഠിച്ചത് തിയറിറ്റിക്കൽ ആയിട്ടാണ്, ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ടല്ല. അപ്പോൾ എക്സാമിനും ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡ് വർക്കിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് സ്മാർട്ട് വർക്ക് ആണ്. ദറ്റ് യു ഷുഡ് സോൾവ് ഈവൻ ഇഫ് ഇപ്പോൾ ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് ആ ടോപ്പിക് ഇപ്പൊ നിങ്ങളിപ്പോ കോമ്പറ്റേറ്റീവ് എക്സാം, ഇപ്പൊ ഗവൺമെന്റ് ജോബിന് പോകുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, നിങ്ങളിപ്പോ ഒരു ടോപ്പിക്ക് പഠിക്കാണ്, യു ക്യാൻ ആക്ച്വലി ലേൺ ഹോൾ ടോപ്പിക്, യുനോ തിയറി എല്ലാം പഠിച്ച് പ്രാക്ടിക്കലി നിങ്ങളൊക്കെ എല്ലാം ഫുൾ കംപ്ലീറ്റ്ലി പഠിച്ചിട്ട് പോയിട്ട് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ നമ്മൾ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല, യുനോ ആൻസർ. ആൻഡ് അത് പ്രാക്ടീസ് ലൈക്ക് നമ്മൾ ഇപ്പൊ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് പക്ഷെ ഒരു അതിനെ റിലേറ്റ് ചെയ്ത് ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ ആ ടോപ്പിക്കിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും യു ക്യാൻ റൈറ്റ്. സോ ദാറ്റ് വാസ് ദി മെത്തേഡ് യു ഷുഡ് ലൈക്ക് ആ ഒരു മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞാൻ അതല്ല ചെയ്തത്. സോ ഐ വാസ് ലൈക്ക് നോട്ട് ഏബിൾ ടു ക്രാക്ക് ദി എക്സാം. And then I was like, പക്ഷേ the thing was, even if I was like I could like crack edila, okay, but then people like my friends and my relatives and all, they were like, it's okay, it's fine, even if you know, it's fine. They were like, oh, it's a shock that you didn't get in and all those. I was like, that's fine. I mean, എനിക്ക് വിഷമമേ തോന്നില്ല. എന്തുകൊണ്ട് എനിക്ക് വിഷമം തോന്നാത്തതെന്നായിരുന്നു എൻ്റെ വിഷമം. Okay, I was thinking why I was not, you know, I was not feeling like demotivated or discouraged after I didn't crack the exam after spending a year or after, you know, taking a break here. But then I realized that's because my passion was not actually electronics, you know. Even though I scored a lot of marks or whatever, it didn't matter at the end of the day. Then what I did was I went for I wanted to do a job in a like ഏതെങ്കിലും ഒരു ഫേമിൽ കുറച്ച് ജോബ് വർക്ക് എക്സ്പീരിയൻസ് വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് എനിക്ക് ഗ്യാപ്പ് ഇയർ വന്നതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസും ഇല്ലായിരുന്നു. ആൻഡ് ദെൻ I was not getting any job. Even though I was getting jobs, that was like ആ ജോബ്സ് ഒന്നും എനിക്ക് യുനോ പറ്റിയ എൻ്റെ ഫീൽഡിന് പറ്റിയ ജോബ്സ് ഒന്നും അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഫൈൻ, എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് യുനോ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ I was talking to my dad. ഞാൻ അച്ഛനോട് സംസാരിക്കായിരുന്നു ഇതിനെ പറ്റി. But he said, why don't you do masters? I said, I don't want to study again. Okay, that was my mentality. And I don't want to do anything related to CSE. എനിക്ക് കോഡിങ് ചെയ്യണ്ട. ഓക്കെ, ഞാൻ പക്ഷെ എനിക്ക് CPP was like fine, it was a good subject and all, but then after even CPP ഉണ്ടായിരുന്നെങ്കിലും CPPക്ക് ലാബ് ഇല്ല. I mean, what is the point of that? I don't understand. കാരണം it's a coding subject. You should understand the basic concept by coding. It's a practical subject. Theory പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് അത് like, you know, you will realize it later when ഇങ്ങനത്തെ സിറ്റുവേഷൻ. So ഞാൻ ബട്ട് ദെൻ ഐ ഡിഡ് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻറോൾ ചെയ്യാൻ എങ്ങനെയോ ലൈക്ക് നോട്ട് ഫുൾ ഹാർട്ടഡ്ലി, ബട്ട് ദെൻ ഓക്കെ ഫൈൻ, ദർ ഇസ് നോ ഓപ്ഷൻ. ഐ മീൻ ഐ വെന്റ് ഫോർ SSB ഇന്റർവ്യൂ, ബട്ട് ദെൻ ഐ വാസ് നോട്ട് ഏബിൾ ടു ക്രാക്ക് ദാറ്റ്. പക്ഷെ എല്ലാവരും പറഞ്ഞു ദാറ്റ്സ് ജസ്റ്റ് ദ ഫസ്റ്റ് ഇന്റർവ്യൂ. സോ പീപ്പിൾ എൻ്റെ കൂടെ ഉള്ളവർ 3 times 4 times ഒക്കെ SSB അറ്റൻഡ് ചെയ്തവരൊക്കെ ആയിരുന്നു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഐ ക്യാൻ ഗോ നെക്സ്റ്റ് ഇയർ. സോ മൈ ഡാഡ് വാസ് ലൈക്ക്, നിങ്ങൾ ഈവൻ ഇഫ് യു ഡു മാസ്റ്റേഴ്സ് നെക്സ്റ്റ് ഇയർ ആണെങ്കിലും യു ക്യാൻ ഗോ ഫോർ SSB. ദാറ്റ് വാസ് വാട്ട് ഹി സെഡ്. ഐ സെഡ് ഓക്കെ, ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. ആൻഡ് ഞാൻ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ അലോട്ട്മെന്റ് പ്രോസസ് ഉണ്ടല്ലോ, നമ്മുടെ കോളേജ് അലോട്ട്മെന്റ്, അതിന് ഞാൻ എൻറോൾ ചെയ്തു. ഓക്കെ, സോ എനിക്ക് CET-യിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് എനിക്ക് ഇത് കിട്ടി, അലോട്ട്മെന്റ് കിട്ടി, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ആൻഡ് ഐ വാസ് ലൈക്ക് I wanted to study. അപ്പോൾ ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ലൈക്ക് എൻ്റെ ഫ്രണ്ട് ആള് BTech അവിടെയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഷീ സ്റ്റഡീഡ് മെക്കാനിക്കൽ ഇൻ CET. അപ്പോൾ ഷീ സെഡ് ലൈക്ക് ഇഫ് യു ഗോയിങ് ടു ഡു MTech in CET, അവിടെ പ്ലേസ്മെന്റ്സ് കുറവാണ്. Because my aim was to get a job. Okay, I didn't get a job after electronics and doing ECE, and then next aim was to get a job, right? At least job വേണം. Okay, that was like I want to get a job. That was like full and final. അതായിരുന്നു എൻ്റെ aim.
and she said you're not going to get the placements കുറവാണ്, you have very less choices, പക്ഷെ ബിടെക്കുകാർക്ക് they have a lot of placements. She said the truth. I was like, okay, it doesn't make any sense. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കുറേ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഡ്രോപ്പ് ഞാൻ ഒരു ഇയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് അമൃതയിൽ പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്ത്. അപ്പോൾ അവരവിടെ ഉണ്ട്. But then I asked them, they said that Amrita has a lot of placement opportunities and all. Even though it's a private college, you have to pay the money. I was like thinking, okay, ഇനിയിപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലേസ്മെന്റ് എങ്ങനെയും ഒരു നല്ലൊരു പ്ലേസ്മെന്റ് ഉള്ള കോളേജ് ചൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇൻ ദ സെൻസ് ദാറ്റ് ലൈക്ക് ഒരു ജോബ് സ്കോപ്പ്, അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് തന്നെ എനിക്ക് പഠിക്കുന്ന ഏത് ഫീൽഡാണോ അവിടെ തന്നെ എനിക്ക് ജോബ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു അമൃതയിൽ പോകാം. ദെൻ ഐ വെൻ ദെയർ. അവിടെ സൈബർ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, സൈബർ സെക്യൂരിറ്റി ആൻഡ് വയർലെസ് നെറ്റ്വർക്ക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. I went to both the departments actually. അവിടെ മെഷീൻ ലേണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ആൻഡ് മെഷീൻ ലേണിംഗ് is like purely I met a senior അവിടെ. അപ്പോൾ ഒരു സീനിയർ ലൈക്ക് എൻ്റെ സീനിയർ അല്ല, അവിടുത്തെ ഒരു സീനിയർ സ്റ്റാഫിനെ, ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളിനെ കണ്ടു. അപ്പോൾ എൻ്റെ പേരൻസും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയുണ്ട് സൈബർ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈസി ആണ്, സോ ഈസി, അപ്പോൾ സൈബർ വിൽ ഇറ്റ് ബി ഡിഫിക്കൽട്ട് ഓർ ഈസി? Then they said that it will be like really like it's full of coding and it will be difficult for her if she is not into coding and stuff. I was like, no, let's go. I'm not going to take cyber. Then wireless is completely നമ്മുടെ ഈസിയുടെ ഒരു സ്പെഷ്യലൈസേഷൻ തന്നെയാണല്ലോ. അപ്പോൾ വയർലെസ് ചെയ്യാം. അപ്പോൾ വയർലെസ് ഡിപ്പാർട്ട്മെന്റിൽ പോയി. ആൻഡ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിന് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2 ഇടത്തുനിന്നും അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പോയി കണ്ടതാണ്. അപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റും അതിൽ ഞാൻ വയർലെസ് ചൂസ് ചെയ്തു ഫൈനലി. അതും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, എങ്ങനെയും പഠിച്ച് പക്ഷേ പ്ലേസ്മെന്റിൽ ഇരിക്കണം എന്നുള്ള രീതിയിൽ. ആൻഡ് എൻ്റെ ഫസ്റ്റ് ക്ലാസ്, ഓക്കെ, മാസ്റ്റേഴ്സിലെ ഫസ്റ്റ് ക്ലാസ് ഏത് സബ്ജക്റ്റ് ആയിരുന്നെന്ന് ഞാൻ പറയാം. ഇറ്റ് വാസ് C programming. Okay, it was C programming. Honestly speaking, I was like, oh my goodness, what did I do? Why did I join wireless? I have joined wireless networks and applications department, and I'm going to study a CSE subject. This was the thought that came to my mind first. And but enne padipicha ma'am, Uma ma'am, okay, I would forever be grateful to her. She taught from the basics. എന്നെ പഠിപ്പിച്ചല്ല, ക്ലാസ് എടുത്ത തന്നെ പുള്ളിക്കാരി അങ്ങനെയായിരുന്നു. She was like such a good teacher. She taught everything from the basics. I fell in love with coding. ഇപ്പോൾ നമുക്ക് പല സൈറ്റ്സ് ഉണ്ട്, ഹാക്കർ റാങ്ക്, ഹാക്കർ എർത്ത്, വേർ അവിടെ നമുക്ക് പ്രോബ്ലംസ് പോയി സോൾവ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് അതിനനുസരിച്ച് അപ്പോൾ ഇങ്ങനെ വേൾഡ്, ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് ദ ഗ്ലോബ് പീപ്പിൾ സോൾവ് പ്രോബ്ലംസ് ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് റാങ്ക്സ് അക്കോർഡിംഗ് ടു ദാറ്റ്. I was like, okay, I don't know. I mean, എന്നിട്ട് ഞാൻ എൻ്റെ full decisions, I started thinking back. Why did I choose ECE in the first place and stuff like that? എന്നും പറഞ്ഞ് നിങ്ങൾ ECE ചൂസ് ചെയ്ത്, no offense at all. ഞാൻ ലൈക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. സോ അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഫൈനലി I ended up getting a job in Dell. അതായത് ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്സ് വരും. ഇന്റേൺഷിപ്സ് ഡെൽ, ഇന്റൽ എക്സെട്ര. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറക്കിൾ ആയിരുന്നു. ഒറക്കിൾ ഈസ് എ സോഫ്റ്റ്വെയർ കമ്പനി. ഒറക്കിളിൻ്റെ ആണെങ്കിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അവരുടെ റിട്ടേൺ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് വൺ വാസ് ഡെൽ. സോ ഡെല്ലിൻ്റെ റിട്ടേൺ ക്രാക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ ഇന്റർവ്യൂ വാസ് ഓൾസോ വെരി ഗുഡ്. അതായത് ഫുൾ ആക്ച്വലി ഞങ്ങൾക്ക് പഠിച്ച ടോപ്പിക്സിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാം വന്നത്. ലൈക്ക് algorithms is very important if you want to work in a software field. Algorithms, if anybody wants to work in a software field, you can, like for interviews and all, algorithms and data structure, പിന്നെ networking, ഇത് 2 ടോപ്പിക്കിൽ നിന്ന് മാത്രം. പിന്നെ കോഡിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. So all these questions were there, and I was like, wow, this was so easy. Like interview കഴിഞ്ഞപ്പോൾ I was like,
എനിക്ക് ഇതുവരെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എന്റെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഇന്റർവ്യൂ കിട്ടത്തില്ല. ബട്ട് ദെൻ ദ എക്സ്പീരിയൻസ് വാസ് റിയലി ഗുഡ്. സോ ഐ വാസ് ലൈക്ക് വാവ്, ഇറ്റ് വാസ് സച്ച് എ നൈസ് ഇന്റർവ്യൂ. ഇനിയിപ്പോ നെക്സ്റ്റ് ഇന്റർവ്യൂവിന്, കാരണം ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വേറൊരു കമ്പനിന്ന്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് സോ ഈ ഡൽഹിന്റെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് ബാംഗ്ലൂർ ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു. ബാംഗ്ലൂർ ഓൾസോ ദേ ഓൾസോ ഹാവ് എ ക്യാമ്പസ് ഇൻ ബാംഗ്ലൂർ, അമൃത. മറ്റേ ഇന്റർവ്യൂ കോയമ്പത്തൂർ ക്യാമ്പസ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാനുള്ള ബസ്സൊക്കെ ബുക്ക് ചെയ്യായിരുന്നു. ബട്ട് ദെൻ ദേ കോൾഡ് ഔട്ട്. അപ്പോഴത്തേക്കും റിസൾട്ട്സ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പോൾ ഒരിടത്ത് ഇന്റേൺഷിപ്പ് കിട്ടിയാൽ വേറെ കമ്പനീസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ഗോട്ട് ഇൻ ആൻഡ് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ഓണസ്റ്റ്ലി. എന്നിട്ട് ഞാൻ പിന്നെ ചിന്തിച്ചിരുന്നു ലൈക്ക് ഓക്കെ, ഞാനിപ്പോ അഡമന്റ് ആയിട്ട് ഇരുന്നായിരുന്നെങ്കിൽ, ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോ ഞാൻ അഡമന്റ് ആയിരുന്നു, അതായത് ഞാൻ ഇ സി വിട്ട് ഒരു പരിപാടിയില്ല എന്നുള്ള രീതിയിൽ. ബട്ട് ദെൻ when you open your mind, right, you will get opportunities. That is the only thing I want to say. ഞാൻ advice ആയിട്ട് ഒരിക്കലും പറയില്ല, because I'm no one to give advice. But then if you open your mind, be open minded. ഞാൻ ഇതേ ചെയ്യുള്ളൂ, അത് ഓക്കെ ഇതേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് is a good thing in two ways. Like okay, you will find motivation to do something and you will get a job in that field itself. But then if you open your mind, don't hate on something because you are not familiar with it. For example, that's what I was doing. I was not familiar with coding or software engineering or whatever, and I was like, I'm not going to do anything. This is like, this everybody goes to private sector. Ellarkum tension aanu. But honestly speaking, ഇപ്പോൾ ഈ ഗവൺമെന്റ് ജോബുകാർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും എൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി എൻ്റെ കമ്പനി MNC ആയതുകൊണ്ടാവാം. ഓക്കെ, കാരണം സ്റ്റാർട്ടപ്സിൽ അത്ര ബെനിഫിറ്റ്സ് കിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരാം. ഇപ്പോൾ ഗവൺമെന്റ് ജോബിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്. യു വിൽ ഗെറ്റ് ഹൗസ് റെന്റ് അലവൻസ്, യു വിൽ ഗെറ്റ് travel allowance, you will get health insurance, you will get PF, അതായത് provident fund. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എൻ്റെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ജോബ് സെക്യൂരിറ്റി എന്നുള്ളൊരു കാര്യം ഒഴിച്ച്, ഐ മീൻ ഈവൻ ദോ ഇഫ് യു, പിന്നെ ഓണസ്റ്റ്ലി ജോബ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ആരും ഒരു കമ്പനിയിൽ 10 വർഷമൊന്നും വർക്ക് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്താൽ നമ്മൾ ഗ്രോ ചെയ്യത്തില്ല. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്, യു ഷുഡ് ഗ്രോ വിത്ത് ദി ഇൻഡസ്ട്രി. സോ അങ്ങനെയാണ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും നമ്മൾ ജോബ് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. മിനിമം ഒരു 2 years, ഫ്രഷേഴ്സ് ആണെങ്കിൽ 2 years കഴിഞ്ഞ് നെക്സ്റ്റ് കമ്പനിയിലോട്ട് പോയിരിക്കണം. നിങ്ങൾ അപ്സ്കിൽ ചെയ്യുക, നെക്സ്റ്റ് കമ്പനി പോവുക, ഒരു കമ്പനി സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കല്. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് പൊസിഷൻ, പിന്നെ ഡെഫിനറ്റ്ലി 5 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്താൽ ഫ്രഷേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യരുത് ഒരിക്കലും. ഒരു ജോബ് സ്വിച്ച് എങ്കിലും കരിയറിൽ ചെയ്യണം. പ്രൈവറ്റ് സെക്ടറിൽ പോകേണ്ടി വരും. പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ലല്ലോ. സോ അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പൊ എൻ്റെ അച്ഛൻ ഗവൺമെന്റ് ജോബാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ആൾക്ക് ഗവൺമെന്റ് ജോബിനോട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ആളെന്നോട് ഇടയ്ക്ക് പറയും ഇതില് ലൈക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യും, അവിടെ അപ്ലൈ ചെയ്യും. പക്ഷേ എനിക്ക് പ്രൈവറ്റ് ജോബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെന്റിൽ പോകാൻ ഒരു താല്പര്യമില്ല ഓണസ്റ്റ്ലി. നോ ഒഫൻസ് ടു എനിബഡി ഹു വാണ്ട്സ് ടു ഗോ ടു ഗവൺമെന്റ് ജോബ്. പക്ഷേ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ്, ഒരു പേഴ്സണൽ ഇതാണ്. ഗവൺമെന്റ് ജോബ് ചെയ്യുന്നവര് പറഞ്ഞു തന്നെ ലൈക്ക് അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവും. നമ്മൾ കംഫർട്ടബിൾ ആവാൻ, wherever you are comfortable you won't grow. That is what it is. So always try to grow and learn more. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ we might not be capable enough to do something. നമ്മൾ വിചാരിക്കും I'm not capable enough to do this person is doing this. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ടോക്ക് ഒക്കെ ചെയ്യാൻ സീനിയേഴ്സ് ഒക്കെ വരുമ്പോൾ, മാസ്റ്റേഴ്സിലാണെങ്കിലും okay, I would think, അല്ലെങ്കിൽ ഇപ്പൊ ആര് ലൈക്ക് ചീഫ് ഗസ്റ്റ് ഒക്കെ പ്രോഗ്രാംസിന് വരില്ല. അപ്പൊ ഞാൻ വിചാരിക്കും ഇവരുടെ കൂട്ടം ഒരിക്കലും ആവാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ പിന്നീട് മനസ്സിലായി, നമ്മളിപ്പോ ട്രൈ ചെയ്താൽ, നമ്മൾ കുറച്ചുകൂടെ മൈൻഡ് ഓപ്പൺ ആക്കി വെച്ചാൽ നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും നമ്മളത് ഗ്രാബ് ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ, നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ, ഓൾറെഡി പീപ്പിൾ ആർ ഡീമോട്ടിവേറ്റിംഗ് യു. ഓക്കെ, there are people to demotivate you. Don't demotivate yourself. That is what I want to say. Just be open minded and do your best in whatever you do. അതിപ്പോ ഏത് പ്രൊഫഷൻ ആണെങ്കിലും, യു ക്യാൻ ബി എ ഡാൻസർ, യു ക്യാൻ ബി എ വാട്ട് എവർ. സോ എനിക്ക് ഐ ലവ് പോയട്രി ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ആൻഡ് എക്സെട്ര. അപ്പൊ ഞാൻ എൻ്റെ ഫ്രീ ടൈമിൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. സോ എല്ലാരും പറയും സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതാണ്. ബട്ട് ദെൻ എനിക്ക് ഇതിനെല്ലാം ടൈം കിട്ടുന്നുണ്ട്. ബിക്കോസ്
ബിക്കോസ് അന്ന് പ്രൈവറ്റ് ജോബ് കയറി കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. ഞാനും വിചാരിച്ചു ഇവിടെ കുറെ നാൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ദാറ്റ്സ് നോട്ട് ട്രൂ. എല്ലാ ജോബിനും അതിൻ്റെതായ സ്ട്രെസ് ആൻഡ് പ്രഷർ ഉണ്ട്. ഏത് ജോബിനാണ് ഇല്ലാത്തത്? സോ ഇപ്പൊ അല്ലെങ്കിൽ ഡിഫൻസ്, എവരിബഡി ഹാസ് job stress. Who doesn't have a job stress? So priority ഏതാന്ന് നോക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണോ പൈസയാണോ, എങ്ങനെയാണ്, എന്താണ് പ്രയോറിറ്റി, അതിനനുസരിച്ച് നിങ്ങൾ ജോബ് ചൂസ് ചെയ്യുക. ചിലർക്ക് ചിലപ്പോൾ ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കും, ചിലർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ചിലർക്ക് പൈസ ആയിരിക്കും, സാലറി ആയിരിക്കും. സോ അതിനനുസരിച്ചും യു ക്യാൻ ചൂസ് വാട്ട് എവർ ജോബ് യു വോണ്ട് ടു ഡു. സോ ബേസിക്കലി ഐ തിങ്ക് വി ആർ 3 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ഞാനിപ്പോൾ കുറേ കഥ പറഞ്ഞു. ഞാൻ മാമിനോട് പറഞ്ഞായിരുന്നു സിമ്പിൾ പ്രസന്റേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങളൊന്നും ഇത് ലൈക്ക് എന്താണ് വലുതായിട്ട് എൻഗേജ്ഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കഥ പറയാമെന്ന് വെച്ച്. അല്ലെങ്കിൽ ഞാൻ ഇത് പ്രസന്റേഷൻ എന്തെങ്കിലും ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഓക്കെ, ഇനിയും ഞാൻ ഒരു ഐഡിയ ബോർഡും കൂടെ സെൻഡ് ചെയ്യാം. അതിനകത്ത് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഞാനപ്പോൾ അത് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഐ തിങ്ക് സമയം ഒത്തിരിയായി. പെട്ടെന്ന്. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, ഈ ഐഡിയ ബോർഡിൽ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് മീ. I'll be waiting. സോ ഞാൻ 1 മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യും. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് പിന്നെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി മാമിന് കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇവിടെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് കേൾക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ്. സോ ദാറ്റ് വിൽ ബി എ ബെറ്റർ തിങ് ടു ഡു, ഐ ഫീൽ. Ma'am, why is it important to change jobs as a fresher? Sorry, could you please repeat that question? Arana? Yeah, Pavitra Ganga, please. Freshers ഇടയ്ക്കിടയ്ക്ക് ജോബ്സ് ചേഞ്ച് ചെയ്യണം, ഒരു ജോബെങ്കിലും ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, അതെന്തുകൊണ്ടാണ്? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മാം എന്ന് വിളിക്കേണ്ട, എന്നെ ഊർമിളെന്ന് വിളിച്ചാൽ മതി. സെക്കൻഡ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ഒരു C# ലാംഗ്വേജിലായിരുന്നു. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഇസ് എ ഫീൽഡ്, അല്ലെങ്കിൽ ടെക്നോളജി ഇസ് എ ഫീൽഡ് വേർ ലൈക്ക് എന്താണ് ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ലൈക്ക് ഇപ്പോൾ ഇന്നത്തെ ടെക്നോളജി ആയിരിക്കത്തില്ല നാളത്തെ ടെക്നോളജി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 10 years ബാക്ക് നമ്മൾ കീപാഡ് ഫോൺസ് ആയിരുന്നു യൂസ് ചെയ്ത്. ഇപ്പോൾ ആരെങ്കിലും കീപാഡ് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ടെക്നോളജി ഈസ് കംപ്ലീറ്റ്ലി ഗ്രോയിങ്. ഓക്കെ, അത് കാരണം കൊണ്ട് നമ്മളും കീപ്പപ്പ് ചെയ്യണ്ടേ ടെക്നോളജി. അപ്പോൾ നമ്മൾ ടെക്നോളജി ആയിട്ട് കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ പുതിയ വരുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഫ്രഷറായിട്ടിരിക്കുന്ന 2-3 വർഷമേ ആയിരിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് വരുന്ന ഫ്യൂച്ചർ ബാച്ചസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്റ്റുഡൻസ് അവർ പുതിയ ടെക്നോളജി പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നമുക്കൊരു അവരുടെ കൂടെ നിൽക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ജോബ് സ്വിച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അങ്ങനെ. ഓക്കെ, അതൊരു കാര്യം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കരിയർ ഗ്രോത്ത്, സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രൈവറ്റ് ജോബിൽ കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാലറി ഗ്രോത്ത് അല്ലെങ്കിൽ പൊസിഷൻ ഗ്രോത്ത് ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനിയിൽ നിന്ന് എല്ലാവരും കുറേ പേര് ഈ വർഷം പോയി. അതെന്ന് പറഞ്ഞാൽ കമ്പനി ഇഷ്ടമല്ലാത്തതുകൊണ്ടൊന്നുമല്ല, കാരണം അവർക്ക് ബെറ്റർ പേയിങ്, ആ പൊസിഷനിൽ ബെറ്റർ പേയിങ് ജോബ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേറെ പൊസിഷൻ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 1 നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 2 ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും, അതുകൊണ്ടാണ് ജോബ് സ്വിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. I hope I answered your question, right? Hello. Okay, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഊർമിള മെയിൽ തന്നാൽ മതി, ഞാൻ കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. Yes ma'am, yeah sure. So വേണേ ഞാൻ ആ PPT കൂടെ ഫോർവേഡ് ചെയ്യാം, ബിക്കോസ് PPT അതിനകത്ത് വലുതായിട്ടൊന്നും ഇല്ല, എന്നാലും വേണേ ഫോർവേഡ് ചെയ്യാം, അതുകൂടെ ഫോർവേഡ് ഞാൻ കുട്ടികൾക്ക് കൊടുത്തേക്കാം കേട്ടോ. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഊർമിള. Yeah sure ma'am.
Okay, so standing at the threshold of this event, I feel privileged and honored to extend my vote of thanks on behalf of our college. I thank our chief guest, Ms. Urmila MS, for giving such a wonderful and informative webinar. I am sure all the students have benefited from this. Thank you, Urmila. I Thank you, also ma'am. thank all the students and faculties for their coordination and cooperation. Thank you. Thank you all.